ആണുമല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഹലോ മക്കളെ, വെൽക്കം ഉണ്ണിയാട്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഞാനൊരു ട്രോൾ വീഡിയോ കാണാൻ ഇടയായി. അപ്പോൾ അത് യൂട്യൂബിൽ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജാസി ഡൗൺ സർജറി ചെയ്തോ, അല്ലെങ്കിൽ ജാസി ഗർഭിണിയാണോ എന്നൊക്കെയുള്ള കുറച്ച് ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ധന്യ, ആ കൊച്ചിൻ്റെ ഒരു വീഡിയോയും കാണാനിടയായി. കൊച്ചിലൂടെ എന്താ പറയുക, വളരെ പവർഫുള്ളായിട്ട്, ഐ മീൻ വളരെ അഗ്രസീവായിട്ട് ജാസിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പം അടുത്താണ് ഞാനൊരു ട്രോൾ വീഡിയോ ആണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് ഒന്ന് കണ്ട. അപ്പോൾ അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജാസിയുടെ ഭാഗത്ത് വളരെ 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 തെറ്റുണ്ടെന്നുള്ളത്. ജാസി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി എല്ലായിടത്തു നിന്നുള്ള ഒരു പുഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊരു പെണ്ണാണ് എന്ന് കരുതി അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അവർ സർജറി ചെയ്ത ഭാഗം കാണിച്ചു എന്നാണ് പറഞ്ഞത്. ഐ മീൻ അപ്പർ സർജറി, ഫ്രണ്ട് സർജറി, ഡൗൺ സർജറി അല്ല, മുകളിലത്തെ സർജറി ചെയ്തത്. ആ ഭാഗം അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്നാണ് പറയുന്നത്. ഐ മീൻ അവർ തുണി പൊക്കി കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നമുക്കതിന് വേറൊരു വേഷനിൽ കാണാം, തുണി മാറ്റി, ഐ മീൻ അവർക്കത് ഓപ്പണായിട്ട് കാണിച്ചു എന്നുള്ളത്. പക്ഷെ അത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി റോങ് അല്ലേ? എത്ര വൃത്തികെട്ടൊരു പരിപാടിയാണ് അത്. ഇപ്പോൾ നമ്മളൊരു പീഡനം നടത്തി, കുറച്ച് ഫെമിനിസ്റ്റുകളൊക്കെ വന്നിട്ട് പുരുഷന്മാരങ്ങനെയാണ്, പുരുഷന്മാരിങ്ങനെയാണ്, അതാണ് ഇതാണെന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാ പുരുഷന്മാരും അങ്ങനെയാണോ? അല്ല, അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ശതമാനം എടുക്കുമ്പോൾ ഒരു 50%, ടോട്ടലി ഒരു 50,000 പേര് അവിടെ ഉള്ളൂ തോന്നുന്നു കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സായിട്ട്. അവർക്ക് എല്ലാവർക്കും അപമാനം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് കാണിച്ചത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ അവരെ കാണുന്നൊരു കണ്ണുണ്ട്, വേറൊരു രീതിയിലാണ് അവർ കാണുന്നത്. അതിൽ നല്ലവരും ചീത്തയും അതിപ്പോൾ എല്ലാവരിലും ഉണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഏതൊരു ജെൻഡറാണെന്നുണ്ടെങ്കിലും അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. പക്ഷേ ജാസി ഒരു സെലിബ്രിറ്റി മോളിലിരിക്കുന്ന ഒരാളായിരിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ അറിയുന്ന കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാൻ. അപ്പോൾ ജാസിയുടെ ഒരു നെഗറ്റിവിറ്റിയോട് കൂടിയിട്ടെങ്കിലും ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്. പക്ഷേ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് അവരുടെ തുണി പൊക്കി കാണിച്ചു, അല്ലെങ്കിൽ അത് മാറ്റി കാണിച്ചു എന്നുള്ളത് വളരെ 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 തെറ്റായിട്ടുള്ളൊരു കാര്യം. ഷെയിം ഓൺ യു എന്ന് പറയാം അല്ലേ? എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതൊരു പെങ്കൊച്ചിൻ്റെ. ആ പെങ്കൊച്ചിൻ്റെ സംസാരത്തിൽ, ഐ മീൻ ധന്യയുടെ സംസാരത്തിൽ അറിയാം അവരെത്രമാത്രം ഹേർട്ടായിട്ടുണ്ടെന്നുള്ളത്. അവരിയ്ക്കുന്നൊരു സിറ്റുവേഷൻ, ഐ മീൻ അവരെവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ് ഇവരൊക്കെ ഇരിക്കുന്ന സമയത്താണ് വീഡിയോകൾ, ജാസിയുടെ വീഡിയോകൾ വന്നിട്ട് അവരെടുക്കുന്നു. അപ്പോൾ തന്നെ അങ്ങനെ സംസാരിച്ച് അത് മാറ്റി കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എത്ര അത്, ഈവൻ അതൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീയോട് ഒരു സ്ത്രീ തന്നെ കാണിക്കുന്നത് തന്നെ എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഇപ്പോഴും ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുന്ന ഒരാൾ. പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാനിതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡി ചെയ്തായിരുന്നു. ഐ മീൻ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ആയാലും ഗൂഗിളിലായാലും ഒക്കെ കുറച്ച് സെർച്ച് ചെയ്തിട്ട് എൻ്റേതായിട്ട് രീതിയിൽ ഞാൻ കുറച്ച് അനുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മൈൻഡാണ്. ഓക്കെ, അതല്ലാതെ അവർ ഡൗൺ സർജറി ചെയ്യണം, അപ്പർ സർജറി ചെയ്യണം അങ്ങനെയൊന്നും നിർബന്ധമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പഠിച്ച, ഐ മീൻ ഞാനിതിനെ റിസർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഓക്കെ, ഈ ട്രാൻസ്ജെൻഡർ ആണോ എന്താണെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ അവരിഷ്ടമാണ്, അവർക്ക് സ്ത്രീകളെ പോലെ നടക്കണം, അങ്ങനെ സ്ത്രീ ആവാനുള്ള ശ്രമം നടത്തുന്നു. മനസ്സ് അവരിപ്പോൾ ഒരു പുരുഷൻ്റെ പോലെ നടക്കുകയാണെന്നുണ്ടെങ്കിലും മനസ്സ് അവർ സ്ത്രീകളുടെയാണ് എന്നാണ് ആ ഒരു പഠനം, ഐ മീൻ നമുക്ക് മുന്നിൽ ഗൂഗിളായാലും പറഞ്ഞു തരുന്നൊരു കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ജാസി ഡൗൺ സർജറി ചെയ്താലും അപ്പർ സർജറി ചെയ്താലും ജാസി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ ട്രാൻസ്. പക്ഷേ ഫീമെയിൽ, ഇപ്പോൾ കുറച്ച് ആൾക്കാരെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു, ഞാൻ ഫീമെയിലാണ്, ഞങ്ങൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്. ഒരു ഫീമെയിലിനും ഒരു ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചിട്ട് ഞാൻ ഫീമെയിലാണ് നമ്മുടെ നാട്ടിൽ ഒരാളും കാണിക്കുന്നില്ല. നിങ്ങളങ്ങനെ കാണിക്കണമെന്നൊരു നിർബന്ധമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കില്ല, ട്രാൻസ്, അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ നിങ്ങൾ പ്രൗഡായിട്ട് നിങ്ങളത് റിവീൽ ചെയ്യുക.
എൻ്റെ ഒരു അഭിപ്രായമാണത്. അതല്ലാണ്ട് ഞങ്ങൾ ഫീമെയിലാണ് അങ്ങനെ ആവണവർക്ക് അങ്ങനെ ആവാം. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ജെൻഡറിനെ മോശമാക്കുന്ന രീതിയിലുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഫീമെയിലാവാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കുള്ള ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രൗഡായിട്ട് പറയുക ഐ എം എ ട്രാൻസ്ജെൻഡർ എന്നുള്ളത്. ആരാണ് ഇപ്പൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമില്ല, കുറേ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വ്യക്തിപരമാണ്. അവർക്ക് സ്ത്രീയായിട്ട് അറിയപ്പെടണമെന്നോ ഇപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി ഫീമെയിൽ എന്നാക്കണം എന്നുള്ളതോ ട്രാൻസ് എന്നാക്കണം എന്നുള്ളതോ അതൊക്കെ അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതുപോലെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ ട്രാൻസ് ആയിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ട്രാൻസ് എന്ന് തന്നെ പറയാം. അതിൽ ഫീമെയിൽ ആവണം ഞങ്ങൾക്ക്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ആ ഒരു ഐഡൻറ്റിറ്റി അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ച് അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഫീമെയിൽ എന്നുള്ളൊരു പോർഷനിലേക്ക് എത്താതെ ആ ഒരു ഓപ്ഷൻ എന്നൊരു സാധനം മാറ്റി വെച്ച് നിങ്ങൾ ട്രാൻസ് എന്ന്. അപ്പോൾ അതാണ് കൂടുതൽ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന നിങ്ങളുടേതായിട്ടുള്ള ഈ ട്രാൻസ് ആയിട്ടുള്ള പിള്ളേരുകൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരുകൾ അവർക്കൊക്കെ ഇച്ചിരി കൂടി ഒരു മോട്ടിവേറ്റ് ആവുന്നൊരു കാര്യം അതാണ്. പിന്നെ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കും. എന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈ ദ വൈ നമുക്ക് ജാസിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാസി ചെയ്ത ഒരു തെണ്ടിത്തരം ആ പെങ്കുച്ചിനെ വിളിച്ച് എൻ്റെ സർജറി ചെയ്ത ഭാഗം കാണുന്നിട്ട് അപ്പോൾ ഡൗൺ സർജറി ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ആരോ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചു. അതൊക്കെ അതിൻ്റെ ഒക്കെ പിന്നാലെ പോയാൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ ഇതൊക്കെ ആൾക്കാർ അന്വേഷിക്കാനുള്ള കാരണം ജാസിയാണ്. കാരണം പബ്ലിക്കിൽ വന്നിട്ട് അയാൾക്ക് കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. അവർക്കുള്ള പ്രതികാരം അല്ലെങ്കിൽ അവർക്കുള്ളൊരു മറുപടികളായിട്ടാണ് പലതും വരുന്നത്. ഇപ്പം ഞാനൊരു ഒരു കാര്യം കാണാനിടയായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓൺലൈൻ വീഡിയോസിൻ്റെ അടുത്ത് വന്നിട്ട് ജാസി ഗർഭിണിയാണോ, വയറ് തിരിച്ചാടി നിൽക്കുന്നു. ബേസിക്കലി ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ മെയിൽ ബോഡിയാണല്ലോ, മനസ്സാണല്ലോ സ്ത്രീകളുടെ ഉള്ളത്. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൽ ചെറിയൊരു എന്തായാലും മാറ്റമുണ്ട്. ആ മാറ്റത്തിൽ ഇച്ചിരി ഉണ്ടായിരുന്നുണ്ടായിരിക്കും മേ ബി ജാസിക്ക്. അപ്പോൾ ജാസി കൊടുത്ത മറുപടി ഞാൻ ഗർഭിണിയാണ്, 5 മാസമോ 3 or 5 മാസം ഗർഭിണിയാണെന്നുള്ളതാണ് ജാസി കൊടുത്ത റിപ്ലൈ. അത് ഞാനത് സർക്കാസ്റ്റിക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് സർക്കാസ്റ്റിക്കായിട്ട് അവർക്ക് കൊടുത്തൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് കുറേ ആൾക്കാർ അതെടുത്തിട്ട് ജാസി ഗർഭിണിയാണെന്ന് പറഞ്ഞു, അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നുള്ളത്. അതൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും കണ്ടന്റ് ചെയ്യുന്നവർ മനസ്സിലാക്കുക സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതായിരിക്കും. അത് ചോദിച്ച എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. അപ്പം ഞാൻ കണ്ട ട്രോൾ വീഡിയോൻ്റെ ഒരു പോർഷനോട് അങ്ങനെ വെക്കാതെ ആണുമല്ല പെണ്ണുമല്ല, അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷനാണ്. അവരനുഭവിച്ച ഇപ്പം തന്നെയാണ് ഈ പറയുന്നത്. അവരനുഭവിച്ച ആ ഒരു അപ്പുറത്തെ ഒരു മൈൻഡ് സെറ്റുകാർ ഫ്രണ്ട്സായിട്ടും ഹസ്ബൻഡൊക്കെ ആയിട്ട് കാറിലേറ്റോ യാത്ര ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ആ സമയത്ത് ഒരാൾ വിളിച്ചിട്ട് ജാസി അവരറിയുന്നത് കൊണ്ടായിരിക്കണം ജാസിയുടെ കോൾ അറ്റൻഡ് ചെയ്ത് അടുത്ത് സംസാരിച്ച വഴിക്ക് എൻ്റെ തുണി മാറ്റി കാണിച്ചു എന്നൊക്കെ പറഞ്ഞത്. എത്ര മ്ലേച്ഛം ജാസി, അത് മ്ലേച്ഛമാണ്. നിങ്ങൾ ഒരാളെന്നെ പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണെന്നുള്ളത്. അപ്പം അത് എന്താ പറയുക, ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടാണോ അതഞ്ഞ് പലയിടത്തു നിന്നുള്ള ആ ഒരു പല ആൾക്കാരും പല കണ്ടൻറ്റ് പല റിയാക്ഷൻ ചാനലുകളും ജാസിയുടെ കണ്ടൻ്റ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും അതിലും ടിക്ടോക്ക് അതിൽ ഒരു ഗൾഫിലായിരുന്നപ്പോൾ ടിക്ടോക്കല്ലോ അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്ത കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എല്ലാവരും ചെക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ജാസിക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അതൊരു 70%-80% ജാസിയുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ജാസി ചെയ്ത ഒരു തെണ്ടിത്തരം അത് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള അവർ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ പലരും ഈ ഒരു കാര്യത്തിന് പലരും നല്ല ഒരുവിധം 100% എല്ലാവരും എതിർക്കുന്നൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഹെയ്തി സാദി ആവട്ടെ, രഞ്ജിമാറാവട്ടെ, സൂര്യ ഇഷാൻ, ശീതൽ ശ്യാം, ഇവരൊക്കെ അവർ ഇൻ്റർവ്യൂസ് കണ്ടു. അവരൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ആളാണ്.
അവരാരും നിങ്ങൾ സർജറി ചെയ്തിട്ടുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ല. എന്തുകൊണ്ട് വൈ ജാസി, എന്തുകൊണ്ടാണ് ജാസിയുടെ പുറകെ തന്നെ എല്ലാവരും? അപ്പം അത് ജാസി ഉദ്ദേശിക്കുന്നത് ഒരു പബ്ലിസിറ്റിയാണ്. അത് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവ് ആണെങ്കിലും ജാസിക്കുള്ളത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇതിലിങ്ങനെ നിൽക്കും അല്ലേ? എത്ര വളരെ ഒരു സാധാരണ ഒരു മനുഷ്യൻ സെലിബ്രിറ്റി ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഐ മീൻ ആളുടെ ഹസ്ബൻഡായ ആഷി അടക്കം അല്ലേ? ഇപ്പം പലരും പറഞ്ഞു കേട്ടു അത് അവരുടെ ഒരു ലൈഫാണ്. അവർ കല്യാണം കഴിച്ചു, അവരൊന്നിച്ച് ജീവിക്കുന്നു, അതിലൊന്നും നമുക്ക് കൈ കടത്താൻ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ അവരാണ് എന്ന് പറയുന്ന കുറേ ഇത് കണ്ടു ഞാൻ. ആണെന്നുണ്ടെങ്കിലും ആ വ്യക്തി ജാസി എന്ന് പറയുന്ന വ്യക്തി ട്രാൻസ് ആയിട്ട് അയാൾ ഡിക്ലെയർ ചെയ്യണേണ്. അയാൾ മനസ്സുകൊണ്ട് സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പോൾ നമ്മളതൊന്നും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നുള്ളതാണ് എനിക്കിതിലൊന്നും മനസ്സിലാവാത്തൊരു കാര്യം. അവരെങ്ങനെയോ ജീവിക്കട്ടെ, ആ ഒരു കണ്ടന്റ് എടുക്കാതെ ആഷി ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ പലരും പറയുന്നത്. എന്നോട് ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ കാരണം അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. ഞാനിപ്പോൾ ഇതിനെ കുറിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവരൊരുമിച്ച് ജീവിക്കുന്നതിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കേട്ടു. അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിനായിട്ട് അവർ വിടുക. പക്ഷേ ജാസ്തി ചെയ്ത കാര്യങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ധന്യ വന്ന് പറയുന്നുണ്ടെങ്കിൽ ധന്യയ്ക്ക് അത് വളരെ ഹേർട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധന്യ പുറത്തേക്ക് വരാൻ കാരണം ഒരു 1 മില്യൺ സബ്ബുള്ള ഒരു ചാനലാണ് ധന്യയുടെ. അപ്പം 1 മില്യൺ സബ്ബുള്ള ഒരു ചാനലുള്ള ഒരു കൊച്ചിന് ഞാൻ അതിൻ്റെ തെളിവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ജാസ്. അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം വന്നിരിക്കുന്നതാണ് ധന്യ. അതുകൊണ്ടാണ് ജാസ് ചെയ്ത ചെറ്റതരം എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡൗൺ സർജറി ചെയ്താലും അപ്പർ സർജറി ചെയ്താലും എന്ത് സർജറി ചെയ്താലും അത് നിങ്ങളുടെ മാത്രമാണ്. നാട്ടുകാരനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. പക്ഷെ എന്തുകൊണ്ട് നാട്ടുകാർ ചോദിക്കുന്നു എന്നുള്ളത് ബിക്കോസ് ഓഫ് യു, താങ്കൾ തന്നെയാണ് അതിന് കാരണം ഇഗ്നോർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യാതെ എല്ലാത്തിനും പ്രതികരിച്ച് എല്ലാത്തിനും പ്രൂഫ് കാണിച്ചിട്ട് ജീവിക്കാനൊന്നും ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനാണ് കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതിന് നിങ്ങൾ ഡൗൺ സർജറി കഴിഞ്ഞു എന്നും പറയുന്നത് കേട്ടു. എന്ത് സർജറി കഴിഞ്ഞാലും അതൊക്കെ താങ്കളുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. താങ്കളാണത് റിവീൽ ചെയ്തിട്ട് പുറത്ത് കാണിച്ച് വീഡിയോ ആയിട്ടും ഇതൊക്കെ ഇട്ട് കാണിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി താങ്കൾ നെഗറ്റിവിറ്റി ആണെങ്കിൽ പോലും ആ നെഗറ്റിവിറ്റിയിലൂടെ ഫെയിം ഉണ്ടാക്കുക എന്നുള്ളതൊരു ആ ഒരു കാര്യത്തിലാണ് താങ്കളുടെ ശ്രദ്ധ എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ജീവിക്കുക. നിങ്ങൾ സർജറി ചെയ്താലും ജീവിക്കുക, ചെയ്തില്ലെങ്കിലും ജീവിക്കുക. പക്ഷേ മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ ഇത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് ഒരു എന്താ പറയുക, ഇത്ര ശതമാനമേ ഉള്ളൂ ഇവിടെ. അപ്പം അല്ലെങ്കിൽ തന്നെ അവരെ കാണുന്ന ഒരു കണ്ണുണ്ട് ഇവിടെ ഈ നാട്ടിൽ. അതിൻ്റെ കൂടെ ഈ മാതിരി കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്ക് ഇനി സർജറി എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? അവർ സർജറി ചെയ്തിട്ടുണ്ട്, ഇവർ സർജറി ചെയ്തിട്ടുണ്ട്. ആര് സർജറി ചെയ്താലും ചെയ്തിട്ടുണ്ട് ഒന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ജാസി ചെയ്ത ഈ ഒരു തെണ്ടിത്തരം എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് പറയാൻ പറ്റിയത്. ഇനി ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി പഠിച്ചിട്ട് വേണം വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഹൈ. കമൻറ്റ് എന്തായാലും എഴുതണം പ്ലീസ്. ആണുമല്ല പെണ്ണുമല്ല, ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു പരനാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയും. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. നമുക്കെന്തായാലും ഇവളാ ഇവൻ എന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം. കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. സർജറി ചെയ്തത് ഞങ്ങൾ കാണണം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ചത് പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി, പിന്നൊന്നും ഓർമ്മയില്ലടോ. ആ കാണിച്ചു എന്ന് പറയുന്ന ആ 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഓണാക്ക് മോളെ.
ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞത്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി, ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തി പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി. ഇതിനാണ് ഈ കുത്തിക്കഴപ്പെന്ന് പറയണത്. പോയി ചത്തൂടേടാ. തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് എനിക്കിട ഉണ്ടാവാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ. നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ എനിക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ. ഒരു കിളി ചെറുതാത്ത കയറിപ്പോയ 2 കിളി ഇതിന്റെ